മൂന്നാർ ടൗണിലും ഇക്കാനഗറിലും 4 മാസമായി നിരവധി കുടുംബങ്ങൾ കടുത്ത കുടിവെള്ളക്ഷാമത്തിലാണെന്നാണ് പരാതി. വെള്ളമില്ലെങ്കിലും എല്ലാ മാസവും വാട്ടർ അതോറിറ്റിയുടെ ബിൽ കൃത്യമായി എത്തുന്നുണ്ട്. അതേസമയം സമീപത്തെ റിസോർട്ടുകൾക്ക് തടസ്സമില്ലാതെ കുടിവെള്ളം ലഭിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. മൂന്നാർ ടൗണിലും ഇക്കാനഗറിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്നാണ് പ്രദേശവാസികളുടെ പരാതി. നിരവധി കുടുംബങ്ങളാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്നത്. എന്നാൽ കഴിഞ്ഞ 4 മാസമായി ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നില്ലെന്നാണ് ആരോപണം. ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വന്നിട്ട് 4 മാസമായി. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഇതുവരെ വെള്ളം വന്നിട്ട് ജൂൺ, ജൂലൈ 12-ാം തീയതിയായി ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ മെയ് മാസം എനിക്ക് വന്നിരിക്കുന്ന 315 രൂപ. അതിനു മുമ്പ് 2 മാസം വെള്ളമേ പിടിച്ചിട്ടില്ല. എന്നാലും വന്നത് 147 രൂപ, 48 രൂപ വന്നു. അത് ഞങ്ങൾ അടച്ചു. അതിനുശേഷം 315 രൂപ വന്ന് മെയ് മാസത്തിൽ അതും അടച്ചു. പിന്നെ ഈ ജൂൺ മാസത്തിൽ വന്നിരിക്കുന്ന 463 രൂപ. ഒരു തുള്ളി വെള്ളം ഞങ്ങൾ ബക്കറ്റിൽ പൈപ്പിൽ പിടിച്ചിട്ടില്ല. വെള്ളം ലഭിക്കാതിരുന്നിട്ടും എല്ലാ മാസവും വാട്ടർ അതോറിറ്റിയുടെ ബില്ല് കൃത്യമായി എത്തുന്നുണ്ടെന്നും സേവനം ലഭിക്കാതെ ബില്ല് ഈടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. പരാതിയുമായി ഉദ്യോഗസ്ഥരെ സമീപിച്ചാലും വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. റിസോർട്ടുകൾക്കൊക്കെ വെള്ളം വരുന്നുണ്ട്. ഞങ്ങൾക്ക് വെള്ളം വേണം. കിണറ്റ് വെള്ളം ഒന്ന് ഞങ്ങൾക്ക് കുടിക്കാനും എടുക്കാനും പറ്റത്തില്ല. അത് കാരണം ഞങ്ങൾക്ക് ഈ വെള്ളം വരണം. പൈസ ഒക്കെ മാസം പൈസ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബില്ല് വരും, ഞങ്ങൾ അടയ്ക്കുന്നുണ്ട്. അതിന് വെള്ളം വരുന്നില്ല. അതേസമയം സമീപത്തെ റിസോർട്ടുകളിലേക്ക് തടസ്സമില്ലാതെ കുടിവെള്ള വിതരണം നടക്കുന്നുണ്ടെന്നും സാധാരണ കുടുംബങ്ങളാണ് അവഗണിക്കപ്പെടുന്നതെന്ന ഗുരുതരാരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നു. താഴെയുള്ള റിസോർട്ടുകൾക്ക് വെള്ളം വന്നുണ്ട്, നിങ്ങൾക്ക് എന്തിയാ വെള്ളം വന്നില്ല എന്നാണ് ചോദിക്കുന്നത്. എയിനെ വിളിച്ചാൽ ഒട്ടും ഫോണും എടുക്കത്തില്ല. ഞങ്ങളും വിളിച്ച് മടുത്ത്. ഈ മഴയുള്ളത് കൊണ്ട് ഞങ്ങൾ മഴവെള്ളം പിടിച്ചാണ് കഴിയുന്നത്. അതിന് ഇല്ലെങ്കിൽ മഴയില്ലെങ്കിൽ ഞങ്ങൾ താഴത്തെ കിണറ്റിൽ പോയി വെള്ളം എടുക്കും. പക്ഷെ അത് കുടിക്കാനൊന്നും കൊണ്ടുമില്ല. ഇപ്പൊ ഈ പൈസയും അടച്ചിട്ട് ഞങ്ങൾക്ക് ഈ വെള്ളം ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? കുടിവെള്ളം ലഭിക്കാത്തതിനാൽ കുട്ടികളടക്കമുള്ള കുടുംബങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. പ്രദേശത്തെ കിണറിലെ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ മഴവെള്ളമാണ് ഇപ്പോഴത്തെ ഏക ആശ്രയം. മഴ കുറഞ്ഞാൽ മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ. പ്രശ്നത്തിൽ അടിയന്തര അന്വേഷണം നടത്തി മുടങ്ങിയ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് 1 രൂപയെന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി.